Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ daily one word substitutionൽ as usual ഇന്നും ഞാൻ ഒരു 5 അടിപൊളി വൺ വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അത് ആ വൺ വേർഡ്സ് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ ഫസ്റ്റ് വേർഡ് ലാക്കോണിക്. മീനിങ് എഴുതാം, എന്നിട്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഫ്യൂ വേർഡ്സ് പാക്ഡ് വിത്ത് മീനിങ് അല്ലെങ്കിൽ കൺസൈസ്. ഓക്കെ, എന്താണ് ലാക്കോണിക് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു ലേഖനമോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മൾ എഴുതുക. നമുക്ക് എന്താ പറയുക, വെറുതെ വലിച്ചു വാരി കുറേ നമുക്ക് എഴുതാം അല്ലേ, പേജ് കണക്കിന് നമുക്കിങ്ങനെ എഴുതി പിടിപ്പിക്കാം. അങ്ങനെ എഴുതാതെ ഭയങ്കര ഷോർട്ടായി പരമാവധി അതിനെ ചുരുക്കി എന്നാൽ നല്ല ഒരു അർത്ഥപുഷ്ടമായി എഴുതിയാൽ അങ്ങനത്തെ ഒരു ലേഖനമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷനോ ഒരു പാരഗ്രാഫിനാണ് നമ്മൾ എന്ത് പറയുക, ലാക്കോണിക് എന്ന് നമ്മൾ പറയുക. അതായത് ഒരു കാര്യം ഒരു സംഭവം നമ്മൾ വിവരിക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ എഴുതണ സമയത്ത് ചുരുങ്ങിയ എത്രയും കുറഞ്ഞ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും കുറഞ്ഞ വേർഡ്സ് യൂസ് ചെയ്ത് പക്ഷേ അത്രയും മീനിങ് ആയ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഒരു വേർഡ്സിൽ നിന്ന് അത്രയും ക്ലിയർ ആയ, അത്രയും എവിഡൻ്റ് ആയ, അത്രയും സ്പഷ്ടമായ രീതിയിലായിരിക്കും നമ്മൾ എഴുതണേ. അർത്ഥപുഷ്ടമായിരിക്കും. നമ്മൾ 10 വാക്കുകൾ അല്ലെങ്കിൽ ഒരു 100 വാക്കുകളിലാണ് നമ്മൾ എഴുതിയതെങ്കിലും അത്രയും അർത്ഥപുഷ്ടമായിരിക്കും. യെസ്, അതാണ് ലാക്കോണിക്. സോ സംതിങ് വിത്ത് ഫ്യൂ വേർഡ്സ് പാക്ഡ് വിത്ത് മീനിങ്. പാക്ഡ് വിത്ത് മീനിങ് എന്ന് പറഞ്ഞാൽ നല്ല മീനിങ് ഫുള്ളായ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നല്ല പ്രോപ്പറായി നമ്മൾ ആ ഒരു ഫ്യൂ വേർഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഈ ഒരു എന്താ പറയുക, ഫ്യൂ വേർഡ്സ് പാക്ഡ് വിത്ത് മീനിങ്, അർത്ഥപുഷ്ടമായ, ചുരുക്കത്തിൽ എഴുതുക, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു വേർഡാണ് കൺസൈസ്. ഓക്കെ, കൺസൈസ് പോലെ വേറൊരു വേർഡ് ഉണ്ട് പ്രിസൈസ്. പ്രിസൈസ് എന്താണ്? പ്രിസൈസ് എന്ന് പറഞ്ഞാൽ, കൺസൈസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുക, നല്ല അർത്ഥപുഷ്ടമായ രീതിയിൽ നമ്മൾ ചുരുക്കി എഴുതുന്നതിനാണ് നമ്മൾ കൺസൈസ് എന്ന് പറയാം. എന്താണ് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ? പ്രിസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ്, കൃത്യം എന്ന് പറയുന്നതാണ്. ആക്യുറേറ്റ്, ACCURATE, ആക്യുറേറ്റ്. പ്രിസൈസ്, ആക്യുറേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം, കറക്റ്റ്, എക്സാക്ട്ലി കറക്റ്റായ, അതാണ് പ്രിസൈസ് അല്ലെങ്കിൽ ആക്യുറേറ്റ്. പ്രിസൈസ് പറഞ്ഞപ്പോഴാണ് വേറൊരു വേർഡ് ഞാൻ ഓർത്തേ, പ്രിമൈസസ്. കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവും, കുറേ പേരെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് പ്രിമൈസസ്? ഹോസ്പിറ്റൽ പ്രിമൈസസ് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ പ്രിമൈസസ് എന്നൊക്കെ നമ്മൾ വലിയ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് പ്രിമൈസസ്? പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്സ് ആണ്, ചുറ്റുപാടുകൾ. ഓക്കെ, എൻ്റെ സറൗണ്ടിങ്സ്, എൻ്റെ ചുറ്റുപാടുകൾ, സറൗണ്ടിങ്സ്. ഇപ്പോൾ ഹോസ്പിറ്റലിനെ ചുറ്റിയുള്ള ആ ഒരു ഏരിയ അല്ലേ, ഹോസ്പിറ്റലിന് ചുറ്റിയുള്ള ഒരു ഏരിയ, അതിൻ്റെ സമീപ പ്രദേശങ്ങൾ, അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിമൈസസ്. ഹോസ്പിറ്റൽ പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു വളപ്പ്, ആ ഒരു എന്താ പറയുക, ആ ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഏരിയാസിനെയാണ് നമ്മൾ പ്രിമൈസസ്. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്സ്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ലാക്കോണിക് എന്ന് പറഞ്ഞാൽ? ലാക്കോണിക് എന്ന് പറഞ്ഞാൽ ഫ്യൂ വേർഡ്സ്, കുറച്ച് വേർഡ്സേ ഉള്ളൂ, നമ്മൾ വളരെ ചുരുക്കിയാണ് അത് എഴുതിയത്, പക്ഷേ ഭയങ്കര അർത്ഥപുഷ്ടമാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നല്ല പ്രോപ്പറായി നല്ല രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലേഖനോ അല്ലെങ്കിൽ എസ്സേയോ ഒരു പാരഗ്രാഫോ ഒരു ബുക്കോ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, നമ്മൾ അതിനെയാണ് എന്ത് പറയുക, ലാക്കോണിക് എന്ന് പറയണം. നെക്സ്റ്റ് വേർഡാണ് യൂട്ടോപ്പിയ. എന്താണ് യൂട്ടോപ്പിയ? An imaginary society, free from crimes and poverty. Yes. എന്താണ് പോവർട്ടി? പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. ക്രൈം അറിയാലോ, യെസ്.
അപ്പോൾ ഒരു ഇമാജിനറി സൊസൈറ്റിയാണ്, അതായത് ക്രൈംസ് ഇല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഒരു ദാരിദ്ര്യമില്ലാത്ത ഒരു ഇമാജിനറി സൊസൈറ്റി. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂട്ടോപ്പിയ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ ഈ ഓണസമയത്തൊക്കെ നമ്മൾ പാടുന്ന ഒരു പാട്ടാണല്ലേ, സ്ഥിരം നമ്മൾ പാടുന്ന പാട്ടാണ് മാവേലിയുടെ പാട്ട്. മാവേലി നാട് വാഴുന്ന കാലത്ത് നമുക്കിവിടെ കള്ളയില്ല, കപടയില്ല, എന്താ പറയുക കുറ്റങ്ങളൊന്നുമില്ല, ഇവിടെ ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല അല്ലേ, അങ്ങനെ യെസ് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു 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 എന്താ പറയുക ഒരു നല്ല സമയമായിരുന്നു മാവേലി ഭരിച്ച സമയം. നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ്. സോ അതുപോലെ ഒരു സൊസൈറ്റി, കള്ളയില്ലാത്ത, കപടമില്ലാത്ത, ക്രൈംസ് ഇല്ലാത്ത, ദാരിദ്ര്യം ഇല്ലാത്ത, പട്ടിണി ഇല്ലാത്ത അല്ല യെസ് അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത, ഫ്രീ ഫ്രം ഒരു നല്ല ഒരു സൊസൈറ്റി, ഒരു നല്ല ഒരു റിച്ച് ആയ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ജീവിക്കണ ഒരു സൊസൈറ്റി, ഒരു ഇമാജിനറി സൊസൈറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂട്ടോപ്പിയ എന്ന് നമ്മൾ പറയുക. ഓക്കെ യെസ്. ഇനി നെക്സ്റ്റ് വേർഡാണ് പ്ലേജറിസം. പ്ലേജറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ടു കോപ്പി someone else works and publishing as our own. Publishing it as അല്ലെങ്കിൽ പബ്ലിഷിംഗ് ദം ഓർ ഇറ്റ്, അതാ ബേസ്ഡ് വർക്ക് അല്ലെങ്കിൽ വർക്ക്സിനെ ബേസ് ചെയ്ത് പബ്ലിഷിംഗ് ദം ആസ് അവേഴ്സ്. യെസ്. അപ്പോൾ എന്താണ് പ്ലേഗറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേറൊരാളുടെ വർക്ക്, വേറൊരാൾ എഴുതിയ വേറൊരാളുടെ ഒരു ആർട്ട് വർക്ക് ആവാം, അല്ലെങ്കിൽ ഒരു കവിതയാവാം, കഥയാവാം, എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ ഒരാൾ കണ്ടുപിടിച്ച എന്തെങ്കിലും കാര്യമാവാം. ഓക്കെ, അങ്ങനെ വേറൊരാളുടെ വർക്കിനെ അടിച്ചു മാറ്റി നമ്മളത് നമ്മുടെ വർക്കായി നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലേഗറിസം എന്ന് നമ്മൾ പറയാം. യെസ്. അപ്പോൾ എന്താണ്, വേറൊരാൾ എഴുതിയ വർക്ക് അല്ലെങ്കിൽ വേറൊരാൾ വരച്ച പടം, എന്ത് തന്നെയായാലും വേറൊരാളുടെ ഒരു വർക്ക് നമ്മൾ അടിച്ചു മാറ്റി നമ്മുടെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും, പ്ലേഗറിസം എന്ന് പറയും. യെസ്. ഇനി നെക്സ്റ്റ് വേർഡാണ് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ സേഫ് ടു ഡ്രിങ്ക്, കുടിക്കാൻ യോഗ്യമായത്, അതായത് മായയില്ല, അല്ലെങ്കിൽ വിഷമില്ല, അല്ലെങ്കിൽ ലഹരിയില്ല. സോ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുക. വേറൊരു വേർഡ് ഉണ്ട്, ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിച്ചോ, POTABLE ആണ് പോർട്ടബിൾ. വേറൊരു വേർഡ് ഉണ്ട് അല്ലേ, PORTABLE. യെസ്, PORTABLE, അത് പോർട്ടബിൾ ആണ്. ഇത് പോർട്ടബിൾ ആണെങ്കിൽ അത് പോർട്ടബിൾ ആണ്. എന്താണ് പോർട്ടബിളിൻ്റെ മീനിങ്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണ സാധനങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അതവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുമല്ല അല്ലേ, അത് പോർട്ടബിൾ ആണ്, നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഡൽഹി പോകാമെന്ന് വിചാരിക്കുക, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഓൺ ദ വേ അല്ലേ. യെസ്, എവിടെ വെച്ച് വേണമെങ്കിലും നമുക്കതിൽ വർക്ക് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളതാണ് പോർട്ടബിൾ. ഏതെങ്കിലും ഒരു സാധനം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഈസിയായ സാധനങ്ങൾ അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ പോർട്ടബിൾ. എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ ടെലിഫോൺ നമുക്ക് പോർട്ടബിൾ അല്ല അല്ലേ, നമ്മളൊരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോയാൽ അവിടെ നിന്ന് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ സിസ്റ്റം അല്ലേ, ഇപ്പോൾ PC, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ, മോണിറ്റർ, ഇതൊക്കെ ഉള്ള ആ ഒരു കമ്പ്യൂട്ടർ അതേപോലെയാണ്. നമ്മളൊരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് നമുക്ക് കൊണ്ടുപോകാം, പക്ഷേ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ, പോർട്ടബിൾ അല്ല. പക്ഷേ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ എന്താണ്, അതൊക്കെ പോർട്ടബിൾ ആണ്. യെസ്. സോ അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, പോർട്ടബിൾ എന്ന് നമ്മൾ പറയാം. യെസ്. ഇനി ലാസ്റ്റ് വേർഡാണ് എക്സ്റ്റംപോർ. എന്താണ് എക്സ്റ്റംപോർ എന്ന് പറഞ്ഞാൽ? ഓൺ ദ സ്പോട്ട്,
spoken on the spot, spoken on the spot without preparation. ഓക്കെ, നമ്മൾ നേരത്തെ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സംസാരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റംപോർ എന്ന് നമ്മൾ പറയുക. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻസിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഓൺ ദ സ്പോട്ടാന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞാൽ, അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറയുക. ഇപ്പോൾ ഒരു പ്രസംഗമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കണം, ഒരു എലക്യൂഷൻ കോമ്പറ്റീഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചില എലക്യൂഷൻ കോമ്പറ്റീഷനിൽ അവർ നേരത്തെ തന്നെ നമുക്ക് ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും, ഇന്ന കാര്യത്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. പക്ഷേ ചില എലക്യൂഷൻ കോമ്പറ്റീഷൻസിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ചിലത്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓൺ ദ സ്പോട്ടിൽ അവർ പറയും ഇന്ന ടോപ്പിക്കാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഒരു 5-10 മിനിറ്റ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കും മാക്സിമം. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പോയിന്റ്സ് ഒക്കെ കുറേ നമ്മൾ ഓർത്തെടുത്ത് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ സംസാരിക്കണം. സോ അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സംസാരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റംപോർ എന്ന് നമ്മൾ പറയണം. ആ ഒരു സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ചില ഡിബേറ്റ്സ്, ഇപ്പോൾ നമ്മൾ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡിബേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും അല്ലേ. ഡിബേറ്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ഡിസ്കഷന് ടോപ്പിക്സ് അവർ നേരത്തെ തന്നെ ടോപ്പിക്സ് അല്ല, ഒരു 99% നമുക്ക് അവർ നേരത്തെ ടോപ്പിക്സ് തന്ന് പ്രിപ്പയർ ചെയ്യാൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ തന്ന് അങ്ങനെയൊന്നുമല്ല. മിക്കതും ഓൺ ദ സ്പോട്ടായിരിക്കും. നമ്മളവിടെ ചെല്ലും, ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ പോകുമ്പോൾ അവിടെ ആയിരിക്കും അവർ നമുക്ക് ഇന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പോൾ അതിന് ഫോറായിട്ടായാലും എഗെയിൻസ്റ്റ് ആയിട്ടായാലും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും നമ്മൾ ആ സ്പോട്ടിൽ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ സംസാരിക്കണം. ഒരു പ്രിപ്പറേഷൻ, നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള ഒരു സ്കോപ്പ് ഇല്ലാതെ സ്പോട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുവാണെങ്കിൽ അതിനാണ് നമ്മൾ എക്സ്റ്റംപോർ എന്ന് പറയുക. യെസ്, അപ്പോൾ നമ്മളിന്നിവിടെ 5 വൺ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വേർഡാണ് ലാക്കോണിക്. ലാക്കോണിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ ചുരുക്കി നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിപ്പം പ്രസൻറ്റ് ചെയ്യണതായാലും അല്ലെങ്കിൽ നമ്മൾ എഴുതണതായാലും വളരെ ചുരുക്കത്തിൽ കുറച്ച് വേർഡ്സ് ഉപയോഗിച്ച് ചുരുക്കിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ നല്ല അർത്ഥപുഷ്ടമായതാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. വലിച്ചു വാരി എന്താ പറയുക, ഗ്യാസ് അടിച്ച് വിട്ട പോലെ 10 പേജ് 12 പേജൊന്നും എഴുതാതെ വളരെ ചുരുക്കി അല്ലേ, ഒരു ഹാഫ് പേജൊക്കെ എഴുതിയിട്ടുള്ളെങ്കിലും യെസ് ഇറ്റ് മേക്സ് സെൻസ്, അത് കറക്റ്റാണ്, അല്ലെങ്കിൽ അത് നല്ല ഒരു പ്രോപ്പറായി പറയേണ്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ലാക്കോണിക്. യൂട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി സൊസൈറ്റിയാണ്. ക്രൈംസ് ഇല്ലാത്ത, മോഷണങ്ങളില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത അല്ലേ, അസുഖങ്ങളില്ലാത്ത, അങ്ങനത്തെ ഒരു ഹെൽത്തിയായ ഒരു ഹാപ്പിയായ ഒരു സൊസൈറ്റി. അതാണ് നമ്മുടെ യൂട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ. ഇനി പ്ലേജറിസം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ വർക്ക്, അത് ആർട്ട് വർക്ക് ആവാം, അല്ലെങ്കിൽ കവിതയാവാം, എന്താ പറയുക കഥകളാവാം, നോവൽ, എന്ത് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഏതെങ്കിലും വേറൊരാളുടെ ഒരു വർക്ക് അടിച്ചു മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വർക്കായി നമ്മൾ അതിനെ പബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേജറിസം എന്ന് പറയുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ടു ഡ്രിങ്ക്, അത് കുടിക്കാൻ നല്ലതാണ്, കുഴപ്പമില്ല, അതിൽ വിഷമില്ല, അല്ലെങ്കിൽ മായമില്ല, അല്ലെങ്കിൽ ലഹരിയില്ല, അത് കുടിക്കണോണ്ട് നമുക്ക് വലിയ ദോഷമൊന്നുമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുക. ആ കൂട്ടത്തിലായിരുന്നു നമ്മൾ വേറൊരു വേർഡ് യൂസ് ചെയ്ത് പോർട്ടബിൾ. പോർട്ടബിൾ എന്തായിരുന്നു? പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ ഈസി ആയിട്ട്. എക്സ്റ്റംപോർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ സ്പോട്ടിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റംപോർ എന്ന് നമ്മൾ പറയുക. യെസ്, അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത 5 വൺ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ ഏത് സബ്ജക്റ്റ് ആയാലും ഓക്കെ, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, നോ ഇഷ്യൂസ്. യെസ്, അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് വൺ വേർഡ് സെഷനിൽ വേറെ കുറേ വൺ വേർഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.